റിയാസ് വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. എന്തായിരിക്കും നടക്കുക? ആദ്യം തന്നെ ലക്ഷ്മിക്കിട്ടൊരു പണിയാണോ കൊടുക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. പിന്നെ ഇവിടെ വീട്ടുകാർ ഭയങ്കര ബഹളമാണ്. അവർക്ക് കോയിൻ കൊടുക്കുന്നില്ല, കോയിൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും ലക്ഷ്മിക്ക് നേരെയാണ് ആക്രമണം. പിന്നെ ഡയമണ്ട് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ശോഭ കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ വീട്ടിനകത്ത്. ഞാനെന്താ ലേറ്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും തീരെ സുഖമില്ല, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഉറക്കം കുറയുന്നതിൻ്റെയാണ്, മനസ്സിലായില്ല. എൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തലവേദന ഇത് കാരണമാണ് എനിക്ക് ഒട്ടും വയ്യാത്ത. രാവിലെ വീഡിയോ എടുക്കാൻ പോലും വയ്യാത്ത, സംസാരിക്കേണ്ട അതിന് പോലും വയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുഴപ്പമില്ല, ഇപ്പം ഞാൻ കുറച്ച് ശരിയായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ടാസ്ക് എനിക്ക് ഭയങ്കര സൂപ്പറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കണ്ടുകൊണ്ടിരിക്കാനും വലിയൊരു രസമില്ല, എന്നാലും കാണാം എന്നുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്നലെ നടന്ന കാര്യങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ജനറൽ മാനേജറായ ലക്ഷ്മിക്ക് നേരെയാണ് കാര്യം. ഇവർക്ക് കോയിൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് റെന ഇവിടെ ഗർഭിണിയായിട്ട് നടക്കുന്നുണ്ട്. വയറിൽ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ട് ഗർഭിണിയായിട്ട്, അതായത് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇത് വേണം, എന്നെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാർഡ്, ഗർഭിണി കാർഡാണ് ഇറക്കി വെച്ചേക്കുന്നത്. പിന്നെ വീട്ടുകാരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആദിലയാണോ ജി എം ആണോ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇപ്പോൾ ഉള്ള സംശയം. ആദിലേക്കാണോ ജി എമ്മിനാണോ എന്നുള്ളത്. ഞാൻ കുറേയൊക്കെ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞാൻ റിയാസ് വന്നത് തൊട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ അക്ബർ പറയുന്നു, ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ജി എം പറയുന്നു കോയിന് വേണ്ടിയിട്ടാണ്, സ്റ്റാറിന് വേണ്ടിയിട്ടൊന്നും അല്ല നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ അക്ബർ പറഞ്ഞു സ്റ്റാറിന് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് പേര് അക്ബറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, കുറച്ച് പേര് ജി എമ്മിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫുൾ ടൈം നിന്നതാണ്, എന്നിട്ട് ഒരു ജോലിയും കിട്ടിയില്ല, കാലുവേദന അല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്യിപ്പിച്ചു, അതാണ് എൻ്റെ ഡ്യൂട്ടി, എനിക്ക് വേറെ വലിയ ഡ്യൂട്ടി ഒന്നുമില്ല, അതാണ് ബിന്നി പറയുന്നത്. പിന്നെ എനിക്ക് കോയിൻ കിട്ടിയില്ല എന്ന് ബിന്നി പറയുന്നു. അക്ബർ പറയുന്നു 18 പേർക്കുള്ള ഫുഡ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, അത് ഇവരുടെ പിഴവാണെന്ന് പറയുന്നു. അപ്പം ഒനിൽ ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കും ബഹളവും ഒക്കെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ലൈവ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ആകാംക്ഷയുണ്ടോ? ഞാൻ ആകെ റിയാസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റിയാസ് എന്തായിരിക്കും ചെയ്തെന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇവിടെ ഷാനവാസും അനീഷും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, നടക്കണില്ല. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ശോഭയുടെ ഡയമണ്ട് കാണാതായി. ഇവിടെ നിവീൻ ഇരുന്നിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിസയിലൊക്കെ വന്നിട്ട് ആര്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആര്യൻ ആദിലയുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിലും എന്നെ കെയർ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇരുന്നിട്ട്. അപ്പോൾ അത് വേറൊരു ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ജിസേലാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും റിയാസ് കയറി വരുന്നത്. റിയാസ് കയറി വന്നിട്ട് നേരെ ആദ്യം ആ പ്രൊമോയിൽ കാണിക്കുന്നത് നേരെ ടാർഗറ്റ് ചെയ്യുന്നത് ലക്ഷ്മീനെ ആയിരിക്കും. ലക്ഷ്മീനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ എനിക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, ഈ റിയാസ് വന്നു, ഇപ്പം ശോഭ വന്നു, ഷിയാസ് വന്നു. ഇവരൊക്കെ മിക്കവാറും ശോഭയും ഷിയാസും മിക്കവാറും കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുമായിരിക്കും. കാര്യം അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് റിയാസ് ചിലപ്പോൾ ഇന്ന് നിൽക്കുമായിരിക്കും. ഇതും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പഴയ രീതിയിൽ തന്നെ ആവും. വലിയൊരു മാറ്റമൊന്നും ഈ വീട്ടിൽ വരാൻ പോകുന്നില്ല. അതിലെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളും ഒന്നും വരാൻ പോകുന്നില്ല. വീണ്ടും പഴയ ഒരു ഫോമിലേക്ക് തന്നെ ആയിരിക്കും വീട് വരാൻ പോകുന്നത്. പഴയ പ്രശ്നങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇന്ന് അക്ബർ നിവീനിന് സപ്പോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിവീനിന് വേണ്ടിയിട്ട്. കാര്യം ഷാനവാസ് നിവീനിൻ്റെ കാര്യത്തിലെ അത് എങ്ങനെയായിരിക്കും വീക്കെൻഡിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. എന്തായിരിക്കും കാര്യം ഷാനവാസ് വെറുതെ അങ്ങനെ പറയത്തുമില്ല, നമ്മൾ വെറുതെ പറയൂലല്ലോ. അപ്പോൾ അത് എന്തായി തീരുമോ എന്നുള്ളത്. അപ്പോൾ നിവീൻ അവിടെ ഇരുന്ന് കരയുന്നുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയായി തീരും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും ലാലേട്ടൻ തരുന്നതെന്നുള്ളതാണ്. അപ്പം പിന്നെ കോയിൻസിൻ്റെ കാര്യത്തിൽ ഇവിടെ സ്റ്റാറുകൾ എല്ലാവർക്കും കിട്ടും. ആ സ്റ്റാറല്ല പടിപ്പുരയിലേക്ക് പോവും. ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഇവർ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും. ആര്? ശോഭയും ഷിയാസും റിയാസും കൂടെ വേണമെങ്കിൽ ഈ ഇത്രയും പേരിൽ നിന്ന് ഒരാളെ ഇവർ ക്യാപ്റ്റൻസിയിലേക്ക് എടുക്കും. അത് ആരായിരിക്കും എന്ന് കാണാം. കോയിൻസ് കൂടുതലുള്ള ആൾക്ക് ക്യാപ്റ്റൻസിക്ക് എന്തെങ്കിലും ഇത് കിട്ടും. കോയിൻ കുറഞ്ഞ ആൾ ജയിലിലേക്ക് പോവും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. റെനയുടെ ഗെയിമൊക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് ഇങ്ങനെ എന്താ പറയണ്ടേ, വയറിലിങ്ങനെ ഗർഭിണിയാണെന്ന് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കുറേ അതിൻ്റെ ഒരിത് അതൊക്കെ നടക്കണം. എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് ടാസ്ക് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര രസമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല.
നിങ്ങളുടെ കാര്യം നിങ്ങൾ പറയുക. എപ്പിസോഡിൽ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പം കുറച്ച് ഇന്നലത്തെ കാട്ടിയും ഇന്ന് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നു, ഇന്നലത്തെ കാട്ടിയും കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. റിയാസ് വന്നിട്ട് കറക്റ്റായിട്ട് വീഡിയോ ഇടാം. ഭയങ്കര തലവേദന എടുത്തിട്ട് വയ്യതാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഇരിക്കണം. ഭയങ്കര തലവേദന പറഞ്ഞാൽ മരുന്ന് കഴിച്ചു, എനിക്ക് തലവേദന എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട്, എൻ്റെ മുഖത്തും കാണാനുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും റിയാസ് വന്നിട്ട് ആ വീഡിയോ ആയിട്ട് എടുത്തിട്ട് വരാം. അതുവരേക്കും ബായ്.